ഹേ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ നാടിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തേക്കാട്ടോ. എൻ്റെ നാട് ഒരു ദ്വീപാണ്. അപ്പുറം അറബിക്കടൽ, ഇപ്പുറം കവ്വായിക്കായൽ. അപ്പോൾ പോകുന്നത് ഞാനും എൻ്റെ കസിൻ നേഹയും കൂടിയിട്ടാട്ടോ. എൻ്റെ നാടിനെ കുറിച്ച് പറയാനാണെങ്കിൽ എൻ്റെ നാടാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തീരദേശ പഞ്ചായത്തും എന്നാൽ വീതി കുറഞ്ഞതും എന്നാൽ 24 കിലോമീറ്റർ ടൂറിസ്റ്റ് മേഖലയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് വികസനം വന്നുകൊണ്ടിരിക്കുന്ന നാടാട്ടോ എൻ്റെത്. ഇവിടെ ഹൗസ് ബോട്ടിങ്, കയാക്കിംഗ്, ബോട്ടിങ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നാടിൻ്റെ സ്വന്തം ബോട്ടാട്ടോ. നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ പെയ്തു. അപ്പോൾ നമ്മൾ കോട്ടൊക്കെ ഇട്ട് നിൽക്കാട്ടോ, വേറെ ആളെ കാണിച്ചത്. അപ്പോൾ ഇതാണ് നമ്മുടെ കവ്വായിക്കായൽ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും മഴയത്ത് കായലും കടലും ഒരുമിച്ച് സീനാണ്. വണ്ടിക്ക് സൈഡാക്കി ഇനി നമ്മൾ ഏഴുമലയുടെ വ്യൂ കാണാൻ പോകാട്ടോ. കായൽ തീരത്തോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഹനുമാൻ ലക്ഷ്മണന് വേണ്ടി സഞ്ജീവിനി കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്നൊരു പാർട്സ് വീണെന്നൊക്കെ കേട്ടോ. ബുദ്ധനൊക്കെ സന്ദർശിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ ബേസ് ഇവിടെയാണ്. ഇവിടെ സന്ദർശിക്കാൻ മുൻകൂർ അനുമതിയൊക്കെ വേണം. നാട്ടിലെ ചില ഏരിയകളിൽ കായലും കടലും തമ്മിലുള്ള വ്യത്യാസം വെറും 35 മീറ്റർ പോലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.